എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കാം, അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ദോശ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവില് റവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വറുത്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശമുള്ള ഏത് റവ വെച്ചിട്ടും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. റവ എടുത്ത അതേ കപ്പില് 1/4 കപ്പോളം തൈര് കൂടെ ചേർക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് ചേർക്കുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാ പച്ചവെള്ളമാണ്. ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. അപ്പോഴേക്ക് റവ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാകും. റവ ഒന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ റവ ഇവിടെ കുതിരാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റവ നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. റവ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. റവ മാറ്റിക്കഴിഞ്ഞാൽ ഇതേ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇനി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. റവ നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ അതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റുവാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇഞ്ഞ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. 2 പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഒരു ക്യാരറ്റിന്റെ പകുതി പൊടിയായി കട്ട് ചെയ്തതാണ്. ഇത് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് മാവായി കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, ഈ ഒരു സമയത്ത് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി മാവും പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ ആയിട്ട് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ താഴെ ഭാഗം നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. ഇപ്പോൾ താഴെ ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനിയിപ്പോ മറിച്ചിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതുപോലെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ രണ്ടാമത് നമ്മൾ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. താഴെ ഭാഗവും മുരിഞ്ഞു വന്നപ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം കൂടെ മുരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് പാനിൽ നിന്നെടുത്ത് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇനിയിപ്പോ രാവിലെ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അരിയിടാൻ മറന്നുപോയാൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ദോശയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.